ചേച്ചി 2 ദിവസമല്ലേ ഉള്ള എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഹണിമൂണിന്റെ ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ആ ഇറച്ചി കയറി വന്നപ്പോഴേ എനിക്ക് തോന്നി 41 കഴിഞ്ഞ് ശാമ്പ്രാണത്തിരി അണഞ്ഞില്ല. അപ്പൊ അവൻ വന്നേക്കണ്. ചേച്ചി ഞാൻ പറയുന്നത് ഒന്നും മിണ്ടണ്ട. 16 കഴിഞ്ഞപ്പോ മുതൽ ഓരോരുത്തന്മാർ കുറുവാൻ തുടങ്ങിയതാണ്. എന്തെന്ന് പറയണ ആ മരത്തിരിക്കുന്ന പ്രാവ് വരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി. ചേച്ചി ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ അതല്ലെന്ന്. ഞാനും എന്റെ ഭാര്യയും കൂടി ഹണിമൂൺ ഊട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവള് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് അകത്ത് കയറാന്ന് പറഞ്ഞ് കട്ടിലിൽ കൊണ്ട് എന്നെ അങ്ങ് ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ കണ്ണി അങ്ങ് നോക്കി. ഇതേ നോട്ടം. എന്നിട്ട് ചുറ്റും അവിടെ ഒരു നോട്ടം. ആരുമില്ല പറ. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് ചുണ്ടി പിടിച്ച ഒരു കടി. അതൊക്കെ നീ എന്റെ അടുത്ത് വന്ന് പറയണേ. കടിച്ചതാര്? നിങ്ങളുടെ കെട്ടിയ ഒരു രഘു. എന്റെ പെണ്ണുമ്പുളുടെ നേരത്തെ നിങ്ങളുടെ രഘുവിന്റെ ബാധ കയറിയെന്ന് അറിഞ്ഞ എന്ത്? എടീ, ഞാൻ ചത്ത് കഴിഞ്ഞ് നിന്നെ വേറെ കെട്ടിക്കാൻ നിന്റെ മക്കളവിടെ പ്ലാൻ ചെയ്യുന്നു. ഉള്ളതാണോ? ഈടെ വൃത്തികെട്ടവളെ, നീ ഇത് കേട്ടിരുന്ന് സന്തോഷിക്കുന്നടി? അല്ല, ഞാൻ വിചാരിച്ചോണ്ടിരുന്ന അവരെ എതിർക്കുന്ന. ഓ, അത് ശരി. അപ്പൊ നീ എപ്പോഴും വേറെ കല്യാണം മനസ്സിൽ കണ്ടോണ്ട് നടക്കുവാണോ? എപ്പോഴും അല്ല, എന്നാലും മനുഷ്യനല്ലേ, അങ്ങനെ ഒരു സാധ്യതയെ പറ്റി ഓർക്കാതിരിക്കുവോ? എന്നിട്ട് ഞാൻ ഇതുവരെ അതിനെ കുറിച്ചൊന്നും ഓർത്തിട്ടേ ഇല്ലല്ലോ. അതിന് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആദ്യം മരിക്കില്ലല്ലോ. നിങ്ങൾക്കല്ലേ പ്രായം കൂടുതല്. ഓ, അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങള്. എന്ത്? ഞാൻ ചാവാൻ വേണ്ടി കാത്തിരിക്കുവല്ലേ? സത്യം പറടി, ആരടിയത്? എടി, നീ 2ാം കെട്ടിന് വേറെ കണ്ടുവച്ചിരിക്കുന്ന കോന്തൻ ആരെന്ന്? അതെനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റൂല. നിങ്ങൾ ചെല്ല്. ഓ, അപ്പൊ എല്ലാം കണ്ട് നോക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ? ഉണ്ടെന്നേ. എന്തായാലും നമുക്ക് ലൈഫിൽ ഒരു പ്ലാൻ ബി ഒക്കെ നോക്കി വെക്കണ്ട. ചായൊന്നും കുടിക്കാൻ സമയമില്ല. ചേച്ചി കാപ്പിക്ക് എടുത്തു വെച്ചിരിക്കുക. ശീതള, ഞാൻ നിന്റെ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതല്ല. നിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ നടത്തിയിട്ട് എനിക്ക് വേഗം വീട്ടിൽ പോണം. ഒന്നാമത് ഞങ്ങടെ വരില്ല എന്ന് കരുതിയതാ ഞാൻ. അങ്ങനത്തെ ആണല്ലോ അച്ഛനും മകനും കൂടി കാട്ടി വെച്ചേക്കണ്. ആർക്കും വേണ്ടാത്ത ആ കുണ്ടിലെ പുല്ലും കൂടി മുളയ്ക്കാത്ത സ്ഥലം നമുക്ക് എഴുതി വെച്ചിട്ട് നല്ലതൊക്കെ എഴുതിയെടുത്തിട്ട് എനിക്കെന്താ കിട്ടിയത്? നിനക്ക് പിന്നെ ടൗണിൽ 5 സെന്റ് അല്ലേ? പിന്നെ ആർക്കും വേണ്ടാണ്ട് 5 സെന്റ് ഞാനായിട്ട് ചെയ്തൊന്നല്ല ഏട്ടാ. ഓതി കൊടുക്കാൻ വേറെ ആൾക്കാരുള്ളപ്പോ ഇതല്ല, ഇതിലപ്പുറം നടക്കും. അങ്ങനെ പറയില്ലേ ചേച്ചി. നീ ഒന്നും ഉണ്ടാക്കണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത എന്റെ ഇടക്കറണത്. അതിവിടെ ചേട്ടനനുജന്മാര് തമ്മിൽ തീർത്തോളും. നീ എപ്പോഴും പുറത്തുനിന്ന് വന്നു കയറിയാളാ. അവർക്ക് ആ സാധനം തന്നെ കിട്ടുള്ളൂ. ഏട്ടാ, ഒരു പെങ്ങളല്ലേ ഉള്ളൂ ഞാൻ. ഇവൻ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് അന്വേഷിച്ചൂടെ? ചേച്ചി എന്തെടുക്കാണ്? ഞാനും കുട്ടികളോട് ഒറ്റയ്ക്കല്ലേ. ഞാൻ വിളിക്കാത്ത പ്രശ്നം? അതെ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ടേ ചേച്ചി എപ്പോഴെങ്കിലും? നിന്റെ കയ്യിൽ ഇപ്പൊ അതായതുകൊണ്ട്. അപ്പൊ അങ്ങനെ പറ. എല്ലാവർക്കും കൊണ്ട് കുഴപ്പങ്ങള്. ഞാൻ മാത്രം ചെയ്തല്ല. കുട്ടികളാ ക്ലാസ്സിൽ പോയി പഠിക്കണൊക്കെ ഉണ്ടാ? LKG-ലാണ്. ഇംഗ്ലീഷിലെ ബാലരമയുണ്ടോ? ഇംഗ്ലീഷിലെ ബാലരമ? നിങ്ങൾ ഏതോ നാട്? ഇംഗ്ലീഷിലെ ബാലരമ ഇവിടെ ഇല്ല. അവള് മലയാളം ബാലരമ ചോദിക്കണത്. മലയാളം ബാലരമ എടുക്കണ്ട. മലയാളം വായിച്ച നിനക്ക് മനസ്സിലാവോ? അപ്പൊ ഇംഗ്ലീഷോ? ഇംഗ്ലീഷല്ലേ അവള് സ്ഥിരമായിട്ട് വായിച്ചോണ്ടിരിക്കണം. അല്ല, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? അല്ല, അവൾക്ക് മലയാളം മതി. Shut up. Kill you. ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രി അതൊക്കെ പറയണ്ട. ചേച്ചി ഉറക്കെ പറയാ. അവിടെ സംഭവിച്ചത് എനിക്ക് വിഷയമാണ് ഞങ്ങൾക്ക് കൂടെ കേൾക്കണം. ആദ്യ രാത്രിയുടെ വിഷയം കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രി ആയിരുന്നു. ഒരു ഗ്ലാസ് പാലും കൊണ്ട് ഇങ്ങനെ പതിയെ നടന്ന് റൂമിലോട്ട് കയറി. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ചേട്ടൻ കട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കായിരുന്നു. അടുത്തു പോയിരുന്നു. അപ്പൊ ഇതേപോലെ മാറിയിരുന്നു. അപ്പൊ ഞാൻ പിന്നെയും അടുത്തു പോയിരുന്നു. എന്നിട്ടും ഇങ്ങനെ തന്നെ. ഇങ്ങോട്ട് ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ അങ്ങോട്ട് പതിയെ ഇങ്ങനെ അങ്ങ് തൊട്ട് അന്നേരം തുടങ്ങിയ കൊലച്ചിരിയാണ് ഇങ്ങനെ. സത്യം പറഞ്ഞ ഞാനൊരു മാരക രോഗത്തിന് അടിമയാണ്. എന്താ പേര് കേട്ടാ? പിക്ലോമാനിയ പിക്ലോസ. പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ഹസ്ബൻഡ് നീ രാവിലെ ജോലിക്ക് പോയി സാറേ. ജോലിക്ക് പോയ? അല്ല, ഞാൻ കണ്ടല്ലേ ഇപ്പൊ അകത്തൊരു തുറന്ന ടൗൺ കൊടുത്തോണ്ട് പുള്ളി ഇരിക്കുന്നത്. കണ്ടല്ലേ? ഓ, കണ്ടായിരുന്നു. ആയിരിക്കും. ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുളിക്കാൻ സമയത്ത് ചേട്ടാ കുളിക്കാൻ സമയത്ത് ആരടി? നമസ്കാരം. വെരിഫിക്കേഷൻ ഉണ്ട്. പാസ്പോർട്ട് വേണ്ടി അപേക്ഷിച്ചില്ല? എന്താ പേരെന്താ? മനോജ്. മനോജോ? പ്രകാശൻ സാറേ, അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് സാറേ. വീട്ടിൽ വിളിക്കുന്നത്. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തമ്പി. ഇതിൽ മനോഹരൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മനോഹരൻ തമ്പി. എന്താ ജോലി? എന്താ ജോലി? ഗൾഫിലാണ് സാറേ. ഗൾഫിലോ? എടാ, ഞാൻ വന്ന പാസ്പോർട്ട് വെരിഫിക്കേഷനാ. ഈ പാസ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ പറ്റുള്ളൂ. ഓ, ഗൾഫിലൊരു ജോലി ശരിയായി സാർ. ഈ പാസ്പോർട്ട് തന്നെ എനിക്ക് ഗൾഫിൽ പോകൂലേ?
അങ്ങനെ നീ ഭയങ്കര കൺഫ്യൂഷൻ അടിപ്പിക്കാണോ ഇതിനു മുമ്പ് കേസിൽ കേസും പറ്റത്തില്ല ഇന്ന് ചിലപ്പോൾ ഒരു കേസിൽ പെടും